എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 137ാമത്തെ വീഡിയോ ആണ്. ഇതിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ നമ്പർ 31. അപ്പം 30 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു ഈ പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള പുസ്തകത്തിൽ നിന്ന്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് എന്തുവാന്ന് വെച്ചാൽ ദ ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ്. ദ ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പം ഓരോ വാക്കിനും നമ്മൾ അർത്ഥം ആദ്യം നോക്കാം. ഇറ്റേണൽ എന്ന് വെച്ചാൽ എപ്പോഴും നിരന്തരമായിട്ടുള്ളത്, ഇറ്റേണൽ, ഫോറെവർ എന്ന എപ്പോഴും ഉള്ളത്. ബ്ലൂ എന്ന് വെച്ചാൽ നീലം, അതറിയാം. ഈ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തു. പൊതുവേ പറയുവാണെങ്കിൽ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ അവെയർനെസ്. അപ്പോൾ ഇപ്പം ഐ ആം കോൺഷ്യസ് ഓഫ് ടോക്കിംഗ്. അപ്പം ഞാനിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ബോധമുണ്ട്, അതിൻ്റെ പരിസര ബോധമുണ്ട്. മൈക്കിനെ നോക്കി, ക്യാമറയെ നോക്കിയാണ് സംസാരിക്കുന്നത്. ഈ ബുക്ക് കയ്യിലുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു അവെയർനെസ് ഉണ്ട്. അതിൻ്റെ അർത്ഥമാണ് കോൺഷ്യസ്നെസ്. പക്ഷേ അത് എന്നെക്കുറിച്ചുള്ള കോൺഷ്യസ്നെസ്, അതിന് പേര് ഐ കോൺഷ്യസ്നെസ്. ഐ, ക്യാപിറ്റൽ ഐ, ഇംഗ്ലീഷിലുള്ള ഐ, ക്യാപിറ്റൽ ഐ കോൺഷ്യസ്നെസ്. എന്നെക്കുറിച്ചുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ ഇദ്ദേഹം സ്വാമി മുക്താനന്ദ ഇവിടെ പറയുന്നത് ദ ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ആരുടെ ബോധമാണ്? നമ്മളുടെ അല്ല, പ്രപഞ്ചത്തിൻ്റെ ബോധം, പ്രപഞ്ചത്തിൻ്റെ മനസ്സ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് ഒരു നാമമാണ് ചിന്മയി. അപ്പം ചിന്മയി പരമാനന്ദ. അപ്പം ചിന്മയി എന്ന് പറയുന്ന ഒരു നാമത്തിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ് ദേവിയുടെ മനസ്സ്, അല്ലെങ്കിൽ ദേവിയുടെ മനസ്സാണ് പ്രപഞ്ചത്തിൻ്റെ മനസ്സ്. അപ്പോൾ ആ ഒരു പ്രപഞ്ചബോധം ഉണ്ടല്ലോ, പ്രപഞ്ചത്തിന് എന്നൊരു ബോധമുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നില്ലേ, നല്ല ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന് മനസ്സുണ്ട്. ചോദിക്കാം, എന്തോ വത്സമേ, നമുക്ക് മനസ്സുണ്ട്, നമുക്കറിയാം, നമ്മുടെ മനസ്സ് നമുക്കറിയാം. പ്രപഞ്ചത്തിന് എവിടുന്ന മനസ്സ്? പ്രപഞ്ചത്തിന് ജീവനുണ്ട്, പ്രപഞ്ചത്തിന് കണ്ണുണ്ട്, കാതുണ്ട്, മനസ്സുണ്ട്. നമ്മളുടെ ഒരു വലിയ വെർഷനാണ് ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ മിനിസ്ക്യൂളാണ്, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ഈ പ്രപഞ്ചത്തിന് അറിവ് എന്ന് പറയുന്നത് സാധാരണപ്പെട്ട അറിവല്ല, വലിയ ഒരു അറിവാണ്. അങ്ങനെ ഒരു അറിവില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ, ചിട്ട യാതൊന്നും മാറാതെ, ഇത്രയും ഭംഗിയായിട്ട് ഒരു മോണിറ്ററും ഒരു അലാറവും ഒരു കൺട്രോളിംഗ് സെൻറ്ററും ഒരു കൺട്രോളിംഗ് അതോറിറ്റിയും ആരുമില്ലാതെ പ്രപഞ്ചം സ്വയം തന്നെത്താനെ അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലയോ? വേറൊന്നും വേണ്ട. ഇപ്പോൾ സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു, ചന്ദ്രൻ വരുന്നു, ചന്ദ്രൻ മറയുന്നു, പിന്നെ അതാത് സീസണിൽ മഴ പെയ്യുന്നു, കാറ്റടിക്കുന്നു, വെയിലടിക്കുന്നു. ഇപ്പോൾ നോക്കിയോണേ, കഴിഞ്ഞ മാസം മൊത്തം നല്ല മഴയായിരുന്നു. തിരുവനന്തപുരത്ത് പോലും നല്ല മഴയായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ഇപ്പം മഴ കുറഞ്ഞു വരുവാണ്. എന്താ വെച്ചാൽ എല്ലാ കാടും വെട്ടി തെളിച്ച് ഫ്ലാറ്റ്സുകളല്ലേ കെട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ മഴ കുറവാണ്. ഞാൻ വന്നപ്പം ഉള്ള മഴയൊന്നും അല്ല, അപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴ കുറഞ്ഞു. എന്നാലും ഈ വർഷം നല്ല ആവശ്യത്തിനുള്ള മഴ നമുക്ക് കിട്ടി. ഇപ്പം നോക്കിയേ, അത് ഒരു ചൊല്ലുണ്ട്, ഓണം വരെയല്ലേ ഉള്ളൂ മഴ. അപ്പം ഓണം കഴിഞ്ഞു, നല്ല വെയിൽ. ഓണം കഴിഞ്ഞതോടുകൂടി മഴ അങ്ങ് നിന്നു. അതിന് പിന്നെ ഒരു ചൊട്ട് മഴ പെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ പ്രകൃതിയിൽ എന്തൊക്കെയോ നടക്കുന്നു, കറക്റ്റായിട്ടാണ് നടക്കുന്നത്. അപ്പം അതിന് പ്രപഞ്ചത്തിന് ഒരു മനസ്സില്ലാതെയാണോ ഇത് നടക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ ഒരു അറിവില്ലാതെയാണോ നടക്കുന്നത്? അപ്പം ആ വലിയ ഒരു അറിവ്, പ്രപഞ്ചം എന്ന് പറയുന്നത്
അത്രയ്ക്ക് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. വേറൊന്നും വേണ്ട. ഈ പ്രകൃതിയെ സംബന്ധിച്ച കാര്യങ്ങൾ വിട്ടേക്കണം. എന്താ വെച്ചാൽ പ്രകൃതിക്ക് ഒരു ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു മനസ്സുണ്ട്, അറിവുണ്ട്. ഓക്കെ, പ്രകൃതി അതിൻ്റെ രീതിക്ക് അത് പോകുന്നു. വേറെ ഒന്നും വേണ്ട. എത്ര കോടി ആൾക്കാരാണ് ഈ ഭൂമിയിലുള്ളത്? നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഓരോ സ്പ്ലിറ്റ് സെക്കൻഡും നമ്മൾ വിചാരിക്കുന്നത് പ്രപഞ്ചത്തിനറിയാം, അവിടെ രജിസ്റ്റർ ആവുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യപ്പെടുന്നത്? അതൊന്നും ആലോചിച്ച് നോക്കി. നമ്മൾ ഓരോ സെക്കൻഡും നമ്മളുടെ ചിന്ത എന്തുവാന്നുള്ളത് അവിടെ രജിസ്റ്റർ ആവുന്നു. അവിടെ ആരും നോട്ട്ബുക്കും കമ്പ്യൂട്ടറും വെച്ച് രജിസ്റ്റർ ചെയ്യുവല്ല, അതൊക്കെ സ്വയം നടക്കുന്നു. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. എന്തുകൊണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നു? നമ്മൾ ഉപ്പ് കൂടുതലിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ വെള്ളം ദാഹം എടുക്കും. അത് സ്വാഭാവികമാണ്. നമ്മുടെ കൂട്ടാനിലോ സാമ്പാറിലോ ഏതിലെങ്കിലും കുറച്ച് ഉപ്പ് കൂടിപ്പോയി, നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. ചോറൊക്കെ ഇട്ട് വിരവി കഴിക്കുമ്പം സാരമില്ല, അങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് മോരൊഴിക്കും അതിൻ്റെ കൂടെ, അതിൻ്റെ ഉപ്പിനെ കുറയ്ക്കാൻ. പക്ഷേ ആ ഉപ്പ് കൂടുതൽ കഴിക്കുമ്പം അന്ന് കൂടുതൽ വെള്ളദാഹം എടുത്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതെന്ന് സാധാരണഗതിയിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ ശരിക്കുമുള്ളത് എന്തുവാ? തെറ്റ് ചെയ്തവൻ ദണ്ഡന അനുഭവിക്കും. അതേപോലെ എപ്പോഴും നമ്മൾ തെറ്റിനെക്കുറിച്ച് എന്തിനാണ് പറയുന്നത്? നല്ലത് ചെയ്താൽ നമ്മൾ സന്തോഷിക്കും, നമുക്ക് നല്ലത് വരും, നമ്മുടെ അനുഭവം നന്നായിട്ടിരിക്കും. അപ്പം ഇതൊക്കെ ആരാ നോക്കിക്കണ്ട് ചെയ്യുന്നേ? പ്രപഞ്ചമാണ്. അപ്പം പ്രപഞ്ചത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത് വലിയ 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 അറിവാണ്. നമ്മളുടെ ഈ അറിവ് കൊണ്ട് നമുക്ക് അതിനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അത്രയും വലിയ ഒരു അറിവിനെയാണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് സ്വാമി മുക്താനന്ദ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഈ ഹെഡിങ്ങിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ദ ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ്. ഇപ്പം അദ്ദേഹത്തിന് ഈ അവയർനെസ് കൂടാൻ തുടങ്ങി. ഓരോ ദിവസം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ചുറ്റിയുള്ള ബോധം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ബോധം, അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ അറിവ്, അദ്ദേഹത്തിനെ ചുറ്റിയിലും എന്ത് നടക്കുന്നു, അദ്ദേഹത്തിനെക്കാട്ടിലും ഒരുപാട് ദൂരത്തിൽ എന്ത് നടക്കുന്നു, അതിൻ്റെ എല്ലാം അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നു. അവയർനെസ് ഓഫ് ദ സെൽഫ്. അവയർനെസ് ഓഫ് ദ സെൽഫ് എന്താണോ? ഇദ്ദേഹം ഇപ്പോൾ സെൽഫ് റിയലൈസ്ഡ് പേഴ്സണാണ്. മുക്താനന്ദ സാധാരണ ആളല്ല, ഇപ്പം മുക്തി നേടിയ ഒരാളാണ്. സെൽഫ് റിയലൈസേഷൻ നടന്ന ആളാണ്. ഗോഡ് റിയലൈസേഷൻ നടന്നു കഴിഞ്ഞു. അങ്ങനെയാണല്ലോ തിരുനീലകണ്ഠൻ, ലോർഡ് ശിവ ഹിംസെൽഫ് കേം ആൻഡ് ടോക്ക് ടു മീ എന്ന് പറയുന്നത്. അപ്പം ശിവൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായതും സംസാരിച്ചതും. ആ ബ്ലൂ പേഴ്സൺ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ശിവനെ തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള ഒരാളിൻ്റെ അനുഭവം പിന്നെയും എന്തോ ആയിരിക്കും. ശിവനെ കണ്ടു, സന്തോഷിച്ചു, ശിവൻ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് പോയി. അതിന് പിന്നെയും എന്തോ ഉണ്ട് മുക്താനന്ദയ്ക്ക് പറയാൻ എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം ഇദ്ദേഹം പറയുന്നത് ഇതുവരയ്ക്ക് ഞാൻ ദേഹോഹം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ദേഹോഹം എന്ന് വെച്ചാൽ എന്തുവാ? ഐ ആം ദ ബോഡി. ഞാൻ മുക്താനന്ദ എന്ന് പറഞ്ഞാൽ ഈ മുക്താനന്ദ എന്ന് പറയുന്ന ദേഹമാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ശിവോഹം, ദേഹോഹം എന്നുള്ളത് മാറി ശിവോഹം എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ദേഹോഹം എന്ന് വെച്ചാൽ എന്തുവാ? ഐ ആം ദ ബോഡി. മുക്താനന്ദ എന്ന് വെച്ചാൽ ഈ ദേഹമാണ്, ഈ വെളി കാണുന്നതാണ് മുക്താനന്ദ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പം അദ്ദേഹത്തിനെക്കാട്ടിലും നമുക്ക് ആളുകളുടെ വീഡിയോസും ബുക്കും ഒക്കെ വായിച്ച് നമുക്ക് ഒരുപടി മേലാണ്. എന്തുവാ? നേരത്തെ നമ്മളത് കണക്ക് കൂട്ടി എഴുതി തള്ളി. എന്തുവാ? ഐ ആം നോട്ട് ദ ബോഡി, അല്ലേ?
നേരത്തെ 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കേട്ടതും ഒരുപാട് രസിച്ചതും സദ്ഗുരുവിൻ്റെ വീഡിയോയിലാണ്. അദ്ദേഹമൊക്കെ ഒരു വാക്ക് പറഞ്ഞത് തന്നെ വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഐ ആം നോട്ട് ദ ബോഡി, ഐ ആം നോട്ട് ഈവൻ ദ മൈൻഡ് എന്ന് പറയും. അതുപോലെ ഞാൻ ഈ ദേഹമല്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ച് മനസ്സിലാക്കി. അപ്പം മുക്താനന്ദ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഞാനാണ് മുക്താനന്ദ എന്ന് പറഞ്ഞാൽ ഈ ദേഹം എന്നുള്ളത് മാറി ഇപ്പം ശിവോഹം 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 പാട്ടുണ്ട്. അപ്പം ഈ ശിവോഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഐ എം ശിവ, ഞാനാണ് ശിവൻ, ശിവനാണ് ഞാൻ. അല്ലാതെ ശിവൻ എന്ന് പറഞ്ഞ് ഒരു വലിയ ഒരു പുലിത്തോലും ഇട്ട് തലയിൽ നിന്ന് ഗംഗ വീഴുന്ന പോലെ ജടാമുടിയൊക്കെ ഇട്ട് ഭസ്മമൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഒരു ശിവനും ഇല്ല. ശിവൻ എന്ന് പറയുന്നത് ഞാനാണ് ആ ശിവൻ. അപ്പം ശിവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ശിവൻ ഉണ്ട്. അതേതാ? യൂണിവേഴ്സൽ കോൺഷ്യസ് ആയിട്ട് ഈ പ്രപഞ്ചം മുഴുക്കൻ നിറഞ്ഞു കിടക്കുന്നതാണ് ശിവൻ. അപ്പോൾ ശിവനെ നമ്മൾ ഒരു പുള്ളിയിലോ ഒരു ഡോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ശിവക്ഷേത്രത്തിലോ അടക്കാൻ പറ്റില്ല. അതാണ് ആ സൂപ്പർ നാച്ചുറൽ പവർ. അത് ഇദ്ദേഹത്തിന് കുറേശ്ശെ മനസ്സിലാവുന്നുണ്ട്. സന്തോഷം എന്ന് വെച്ചാൽ എന്തുവാ? ആ ബ്ലിസ്ഫുൾ നേച്ചർ, പരമാനന്ദം ദിവസം കൂടിക്കൂടി വരുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവെയർനെസ്, ബോധം കൂടിക്കൂടി വരുന്നു. ബോധം കൂടി വരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അതായത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്ന കഴിവ് ഇദ്ദേഹത്തിന് കൂടിക്കൂടി വരുന്നു. അപ്പം കൂടുതൽ മനസ്സിലാകുന്നു. കൂടുതൽ മനസ്സിലാകാതെ സന്തോഷമേ ഉള്ളൂ. ആനന്ദമല്ല, പരമാനന്ദം. ഓക്കെ, അപ്പോൾ ആനന്ദത്തിനും പരമാനന്ദത്തിനുമുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പം അതൊക്കെ ഒന്നുകൂടെ പുതുപ്പിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോന്നു, ആഴത്തിൽ പോന്നു. സെൽഫിനെ വെച്ചാൽ സ്വയം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഇതിലെന്തുവാ? എവറി ഡേ മൈ കൺവിക്ഷൻ ബിക്കെയിം സ്ട്രോങ്ങർ. അതായത് കൺവിക്ഷൻ എന്ന് വെച്ചാൽ അവരവരുടെ ഒരു അറിവ്, ഓരോ ദിവസവും എനിക്ക് അറിവ് കൂടിക്കൂടി വരുന്നു. ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ വളരെ ക്ലാരിറ്റിയോടെയാണ് വരുന്നത്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം തന്നെ ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. ഒന്ന് ബോഡി റിലാക്സേഷൻ, രണ്ടാമത് ക്ലാരിറ്റി, മൂന്നാമതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്ത് കിട്ടും? ശ്വാസം കുറഞ്ഞ് കുറേ വർഷങ്ങളോളം ഒന്നിച്ച് ചെയ്യുമ്പം ആ നോ തോട്ട് സ്റ്റേറ്റിൽ എത്തും. അതായത് ശ്വാസം കുറഞ്ഞ് മെഡിറ്റേഷൻ ചെയ്യ ശ്വാസം കുറഞ്ഞ് വരും. മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളും കുറഞ്ഞ് വരും. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഒരു വിചാരവും ഇല്ലാത്ത, ഒരു തോട്ടും ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ നമ്മളെത്തും. അപ്പം നമുക്ക് മനസ്സുണ്ട്, നമ്മൾ ബോധപൂർവം എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുവാണ്, പത്മാസനത്തിലിരിക്കുവാണ്, ഞാൻ ധ്യാനം ചെയ്യുവാണ്, എല്ലാം അറിയാം. അതേസമയത്ത് മനസ്സിനെ സംബന്ധിച്ചവരെ ഒരു ചിന്തയും വരുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് നോ തോട്ട് സ്റ്റേറ്റ്. അപ്പം നോ തോട്ട് സ്റ്റേറ്റ് വരുമ്പം മാത്രമേ നമുക്ക് സെൽഫ് റിയലൈസേഷൻ, സ്വയം നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി. ഓക്കെ, അപ്പം ഇതൊക്കെ വരുന്ന ഒരു 3 ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. എന്നുവെച്ചാൽ ഇതിൽ എത്ര വേണമെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് എഴുതി ഫലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ അവനോൻ്റെ എക്സ്പീരിയൻസിൽ വരണം. സ്വന്തമായിട്ട് നമ്മൾ ആ സ്റ്റേജിനെ കടന്നു പോകണം, ആ സ്റ്റേജിനകത്തൂടെ കയറി ഇറങ്ങണം.
അപ്പോഴേ അത് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം അതിനകത്ത് പറഞ്ഞിട്ട് വിടുന്നത്. തിരിച്ചും അതാണ് പറയുന്നത്. ഇതണ്ട ഭഗവാൻ നിത്യാനന്ദയുടെ ഗിഫ്റ്റാണ് ഇത്. അത് സത്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. ഭഗവാൻ നിത്യാനന്ദ ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് ഇത്രയും അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രമാണ് സ്വാമി മുക്താനന്ദയ്ക്ക് ഈ ലെവൽ വരെ എത്താൻ പറ്റിയത്. അത് ഗുരു കടാക്ഷം തന്നെയാണ്. അപ്പം ഹൂ ഈസ് വൺ വിത്തൗട്ട് എ സെക്കൻഡ്. ഹൂ ഈസ് വൺ വിത്തൗട്ട് എ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്തുവാ? അദ്ദേഹമാണ് ഒന്ന്, അദ്ദേഹമാണ് ഒന്നാമത്തെ. രണ്ടാമത്തേന്ന് വേറെ ഒന്നുമില്ല. ഒരേ ഒരു സംഗതിയേ ഉള്ളൂ, അതാണ് ശിവൻ. അല്ലെങ്കിൽ ശിവനും ശക്തിയും ചേർന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ശിവനെയും ശക്തിയും ചേർത്ത് അർദ്ധനാരീശ്വരരായിട്ട് ഭാവിച്ച് തൊഴുന്നത്, പൂജിക്കുന്നത്. അപ്പം ഒന്നേ ഉള്ളൂ, അതാണ് ആദിയും അന്തമും ഇല്ലാത്തവൻ, പിറപ്പ് ഇറപ്പ് ഇല്ലാത്തവൻ. അതായത് അവൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ജനിക്കാനും പോകുന്നില്ല, മരിക്കാനും പോകുന്നില്ല. ഓൾറെഡി ഉണ്ട്, സ്വയംഭൂവായിട്ടുണ്ട്. ഓക്കെ, അതാണ് ശിവൻ, അതാണ് ശിവോഹം. ഓക്കെ, അപ്പം ഓക്കെ, ഐ ആം ഹി ദ അബ്സല്യൂട്ട്, ഐ ആം ഹി, ഞാനാണ് ശിവൻ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധം. അപ്പം ഇതിനെയാണ് ഈ ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പം എന്തോ പറയുന്നത്, എനിക്ക് എപ്പോഴും എൻ്റെ ധ്യാനത്തിൽ ശിവനെ കാണുന്നുണ്ട്. തിരിച്ചും അദ്ദേഹം വന്നു പോന്നു. വന്നു പോകുമ്പം ഞാനിപ്പം ഈ വിറ്റ്നസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. വിറ്റ്നസ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനെയും ഇങ്ങനെ കാണുവാണ്, അത്രയേ ഉള്ളൂ. നടത്തുന്നതെല്ലാം വേറെ, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ആ സ്റ്റേറ്റ് വരുന്നതാണ് ഈ സെൽഫ് കോൺഷ്യസ്നെസ്സും യൂണിവേഴ്സൽ കോൺഷ്യസും കൂടെ ഒന്നിച്ച് ചേരുന്നത്. ഞാൻ വേറെയല്ല, നീ വേറെയല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചവരെ എല്ലാത്തിനും ഒരു അളവുണ്ട്, ഒരു ഡെഫിനേഷനുണ്ട്. ഇത് എൻ്റെ കുഞ്ഞ്, അത് എൻ്റെ കുഞ്ഞല്ല, അത് അടുത്ത വീട്ടിലെ കുഞ്ഞ്. അതിന് ഇനി വ്യത്യാസമുണ്ട്. ആ അടുത്ത വീട്ടിലെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് വേറെ, ഇത് വേറെ, ഞാൻ വേറെ, നീ വേറെ. ഇപ്പം മുക്താനന്ദയുടെ സ്റ്റാറ്റസ് എന്തുവാന്ന് ചോദിച്ചാൽ, ഞാൻ വേറെ, നീ വേറെയല്ല, ഞാനും നീയും ഒന്ന് എന്നുള്ള ഒരു മനോഭാവം. അതാണ് ഈ സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരു നിത്യാനന്ദയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ദ ഗ്രേറ്റ് കുണ്ടലിനി കണ്ടിന്യൂസ്ലി ഡീപ്പൻഡ് മൈ മെഡിറ്റേഷൻ. അപ്പം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരു കടാക്ഷം കൊണ്ട് എനിക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ പറ്റി. ഇപ്പോൾ കുണ്ടലിനി ശക്തിയുടെ ഈ ലീലാവിനോദങ്ങളെയെല്ലാം കണ്ട് രസിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ആ കുണ്ടലിനി ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ഓരോ ദിവസവും ഓരോ ദൃശ്യങ്ങൾ കിട്ടുന്നതും ഓരോ ലോകങ്ങളിൽ പോകാനും അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയത്. അപ്പം ഇതെല്ലാമേ ഞാൻ ഇപ്പം സ്വാമി മുക്താനന്ദ ഇരിക്കുന്നത് ഏത് സ്റ്റാറ്റസ് എന്ന് ചോദിച്ചാൽ, വെറും ഒരു വിറ്റ്നസ് കോൺഷ്യസ്നെസ്. ഈ വിറ്റ്നസ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്തുവാ? വിറ്റ്നസ്, നമ്മൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഈ ലോകത്തിലെ മായയുടെ കളി എന്തുവാ? ഏത് സത്യം, ഏത് അസത്യം, ഏത് കള്ളം, ഏത് നിരന്തരം, ഏത് നിരന്തരമല്ലാത്തത്, ഏത് പെർമനൻറ്റ്, ഏത് ടെമ്പററി, ഇതൊക്കെ നടത്തുന്നത് ആരാണ്? ഇതെല്ലാം നമുക്ക് കുറേശ്ശെ പിടി കിട്ടുന്നുണ്ട്.
അപ്പം അങ്ങനത്തെ മുറ്റിയ ഒരു അറിവിൻ്റെ സ്റ്റേറ്റിലാണ് ഇപ്പം സ്വാമി മുക്താനന്ദ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഞാനെന്ന് പറയുന്ന ഈ ദേഹമല്ല, ഞാനെന്ന് പറയുന്ന ഈ മനസ്സ് പോലും അല്ല, ഞാനെന്ന് പറയുന്നത് ഒരു ജീവാത്മായാണ്. ആ ജീവാത്മാ എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ ലോർഡ് ശിവയുടെ ഒരു ചെറിയ തുള്ളി മാത്രമാണ്. അപ്പോൾ അതുമാത്രമല്ല, എൻ്റെ ദേഹത്തുള്ള കുണ്ടലിനിയാണ് ഇപ്പോൾ എണീറ്റ് സഹസ്രാരത്തിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ സഹസ്രാരത്തിലാണ് ഈ ബ്ലൂ സ്റ്റാർ കണ്ടത്, ബ്ലൂ പേൾ കണ്ടത്. ആ ബ്ലൂ പേൾ വലുതായി വലുതായിയാണ് ശിവൻ എനിക്ക് പ്രത്യക്ഷമായത്. അപ്പോൾ ഇത് തിരിച്ച് അദ്ദേഹം ഇങ്ങനെ കണ്ട് മനക്കണ്ണുകൊണ്ട് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. അതാണ് ഞാൻ പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ നാലാമത്തെ ലെയറും വിജ്ഞാനമയ കോശയും അഞ്ചാമത്തെ ലെയർ ബ്ലിസ്ഫുൾ ബോഡിയും നമുക്ക് ഇപ്പം വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമുക്കതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞത്. എന്താ വെച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് ഈ വിജ്ഞാനമയ കോശയും ബ്ലിസ്ഫുൾ ബോഡി ആനന്ദമയ കോശയും നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം നമുക്ക് പേഴ്സണലായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും മുക്താനന്ദയുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നു. ഓക്കെ, സെൽഫ് എന്ന് വെച്ചാൽ എന്തുവാ, സെൽഫ് റിയലൈസേഷൻ എന്ന് വെച്ചാൽ എന്തുവാ, ഗോഡ് റിയലൈസേഷൻ എന്ന് വെച്ചാൽ എന്തുവാ, ഐ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്തുവാ, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്തുവാ, വിറ്റ്നസ് മോഡ് എന്ന് വെച്ചാൽ എന്തുവാ, അവയർനെസ് എന്ന് വെച്ചാൽ എന്തുവാ, ഇതെല്ലാം നമുക്കിപ്പോൾ മനസ്സിലാവുന്നു. ആര് മുഖാന്തരം? നമ്മുടെ സ്വാമി മുക്താനന്ദ എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മുഖാന്തരം നമ്മളും കുറേയൊക്കെ പഠിച്ചെടുത്തു. ഇനി നമുക്ക് കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യം, നമുക്കും ഇതുപോലെ എക്സ്പീരിയൻസ് വരണം. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്പം മുക്താനന്ദയുടെ ഒരു ബുക്ക് റിവ്യൂയോടുകൂടി നമുക്ക് ലോകം നമ്മുടെ കയ്യിലായി, എല്ലാം നമുക്ക് പിടികിട്ടി. ഇനി നമുക്ക് സ്വയമായിട്ടത് സംഭവിക്കണം. അതെങ്ങനെ സംഭവിക്കും? ഇതുപോലെ തന്നെ ആ ദേവി വിചാരിച്ചാൽ മാത്രമേ അത് നമുക്ക് സംഭവിക്കാൻ ഒക്കൂ. ഓക്കെ, സോ നമുക്ക് മുക്തി കിട്ടണമെങ്കിൽ നമ്മൾ ശ്രമിക്കുക. നമ്മളാലായത്, താൻ പാതി ദൈവം പാതി, നമ്മളാലായത് നമ്മൾ ശ്രമിക്കുക. പക്ഷേ ആ ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു കുണ്ടലിനിയും ഉണരാൻ പോകുന്നില്ല. അതാണ് നേരത്തെയും പറഞ്ഞേ, ഇതുവരെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ചക്ര യോഗം എന്ന് ഒരു തനി വിഭാഗമേ ഉണ്ട് യോഗയിൽ. അപ്പം ഓരോ ചക്രായിനെയും മനസ്സിൽ വിചാരിച്ച് ധ്യാനിച്ച് ഓരോ ചക്രയുടെയും ബീജമന്ത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചക്രയൊക്കെ ആക്ടിവേറ്റ് ആകും. ചക്ര ആക്ടിവേറ്റ് ആകുമ്പം അതിലുള്ള വേണ്ടാത്ത അഴുക്കെല്ലാം അങ്ങ് മാറും. അപ്പോൾ നല്ല ക്ലിയർ ആകും. നമ്മൾ നല്ല ഒരു ഉയർന്ന തളത്തിലോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. ഒരു സാധകനെ സംബന്ധിച്ചവരിൽ അവൻ്റെ സ്വന്തം പ്രയത്നത്തിൽ എവിടം വരെ വരാം? ഇവിടം വരെ വരാം. ഇവിടുന്ന് ഇവിടെ സംഭവിക്കേണ്ടത് ആര് മുഖാന്തരം? ആ ഗുരുവിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് തിരിച്ചും മൈ ഇന്നർ സെൽഫ്, അൺചേഞ്ചിങ് ട്രൂത്ത്. അൺചേഞ്ചിങ് ട്രൂത്ത് എന്ന് വെച്ചാൽ എന്തുവാ? കള്ളം ഇല്ലാത്ത ഒരു സത്യം. അതിൽ ഒരു 0.001% പോലും അതിനകത്ത് കള്ളമില്ല. വെറും സത്യം. അത് ഇദ്ദേഹത്തിന് നല്ലപോലെ മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ദ ഇറ്റേണൽ ബ്ലിസ് ഓഫ് കോൺഷ്യസ്നെസ്, ഇറ്റേണൽ ബ്ലൂ, ബ്ലിസ് അല്ല, ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ്. എന്തുകൊണ്ട് ഇറ്റേണൽ എന്ന് വെച്ചാൽ ഇനി അത് മാഞ്ഞു പോകാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ കോൺഷ്യസ്നെസ് അദ്ദേഹത്തിൻ്റെ ആത്മാവിലോട് അലിഞ്ഞ് ചേർന്ന് പോയി. പിന്നെ ഈ ബ്ലൂ എന്ന് അവിടെ കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അതായത് ഇറ്റേണൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ പോരെ. ദ ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ആ ബ്ലൂ പേളിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആ ബ്ലൂ പേളിൽ നിന്ന് വന്നതല്ലയോ ശിവൻ തന്നെ പ്രത്യക്ഷമായത്? ആ ബ്ലൂ പേളിൽ നിന്നാണ് വലുതായിട്ട് വളർന്നത്.
ബ്ലൂ പേളായിരുന്നു, മൊട്ട ഷേപ്പിലായി, പിന്നെ 6 അടി ഉയരത്തിനുള്ള മനുഷ്യൻ്റെ രൂപം എടുത്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയണമെന്ന് തോന്നി, ദ ഇറ്റേണൽ ബ്ലൂ ഓഫ് കോൺഷ്യസ്നെസ്. അതുകൊണ്ട് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ കളറ് ബ്ലൂ ആണോ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കാനേ പാടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ ബ്ലൂ എന്ന് പറയുന്നതിൻ്റെ കാരണം കോൺഷ്യസ്നെസ്സിൻ്റെ കളറല്ല ബ്ലൂ, ആ ബ്ലൂ പേളിൽ നിന്ന് വന്ന അറിവാണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. ഓക്കെ, ഇത്രയും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം മുക്തി നേടിയ പിന്നീടും അദ്ദേഹം ആ മെഡിറ്റേഷനിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇന്ന് 4 o'clock മുക്തി കിട്ടി, ഇനി അപ്പം നാളെ തൊട്ട് എനിക്ക് ഫ്രീ ആണ്, ഞാൻ ഫ്രീക്കാണ്, ഇനി ഞാൻ പഴയ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യും, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏത് രീതിയിലും എപ്പോഴുമേ ഒരുപോലെ ഇരിക്കണം. സന്തോഷിക്കാം, കഴിക്കാം, ആഡംബരമായിട്ടുള്ള ജീവിതം ജീവിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്ത് ഫാഷൻ വേണമെങ്കിലും ആവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മുടെ മനസ്സ് മാത്രം ആ ശിവനിലോ ശക്തിയിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് സറണ്ടർ മോഡിലോ ഇരുന്നാൽ മതി. അല്ലാതെ വെളിയിൽ 4 പേർക്ക് ഒപ്പം നമ്മളും ജീവിക്കണം. എനിക്ക് ഇറ്റേണൽ കോൺഷ്യസ്നെസ് മനസ്സിലായി, അതുകൊണ്ട് വെറും കോണകം കൊടുത്തോണ്ടേ ഞാൻ നടക്കത്തുള്ളൂ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം. അപ്പം ആളുകൾക്ക് ഏറ്റ പോലെ, സമയസന്ദർഭങ്ങൾക്ക് ഏറ്റ പോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യുക, ഫാഷനായിട്ടിരിക്കുക, ലോകം നമ്മളടുത്തു നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നോ അതുപോലെ നമ്മൾ നടക്കുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനൽ, ഇങ്ങനെ തീപ്പൊറി ഇങ്ങനെ കനൻ്റോണ്ടിരിക്കണം, കത്തിയിരിക്കണം. അത് എന്തുവാ, നമ്മളുടെ മനസ്സ് ആ പ്രപഞ്ച മനസ്സിനോട് അലിഞ്ഞു ചേർന്നിരിക്കുക. ഓക്കെ, സോ പറഞ്ഞത് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെയൊക്കെ ഡീപ്പായിട്ട് സ്വയം ഇരുന്ന് ചിന്തിക്കണം. ഇതൊക്കെ എത്ര ബുക്കുകളിൽ പഠിച്ചാലും, എത്ര നമ്മൾ പറയുന്നത് മറ്റവർ പറയുന്നത് കേട്ടാലും കുറച്ചൊക്കെ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് സ്വന്തമായിട്ടത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ സൈസ്, ഇത്രയും വലിയ സംഗതിയാണ്, ഇത്രയും ചെറിയ സംഗതി, ഇത്രയും ചെറിയ ഒരു സത്യമാണ് ഇത്രയും വലുതായിട്ട് പരിണമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിചാരിച്ച് രസിക്കാൻ പറ്റത്തുള്ളൂ, അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. സോ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാം നല്ല രീതിയിൽ പോട്ടെ, എല്ലാവർക്കും മുക്തി കിട്ടട്ടെ, ഈ ജന്മത്തിൽ തന്നെ എല്ലാവർക്കും മുക്തി കിട്ടട്ടെ. അതാണ് എൻ്റെ ഒരേ പ്രാർത്ഥന. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തതും ചെറിയ കുഞ്ഞ് ചാപ്റ്ററാണ്, അതിൻ്റെ അടുത്തതും കുഞ്ഞ് ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്ററും കുഞ്ഞായിട്ട് എഴുതുന്നതിൻ്റെ കാര്യം അതിൻ്റെ മുകളിൽ എഴുതിയിട്ട് കാര്യമില്ല. അതിൻ്റെ മുകളിൽ എഴുതാനൊന്നും ഇല്ല. ഇപ്പം ഇത് കറുപ്പ്, ഈ വയറിൻ്റെ കളർ കറുപ്പ് എന്ന് വെച്ചാൽ കറുപ്പ്, അത്രയേ ഉള്ളൂ. അതിനുമേലെ അതിനെ എത്ര വിസ്തരിക്കാൻ പറ്റും? അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പം നമ്മുടെ സ്വാമി മുക്താനന്ദ ഉള്ളത്. അപ്പം നമുക്കും ഈ സ്റ്റേജുകളൊക്കെ എത്ര വേഗം വരണോ അത്രയും വേഗം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.